ഹലോ ഫ്രണ്ട്സ്, ഇതുപോലൊരു വെജ് ബിരിയാണി ഇനി സ്വപ്നത്തിൽ മാത്രം, വേറൊന്നും പറയാനില്ല കേട്ടോ. എത്രയും പെട്ടെന്ന് നിങ്ങൾ ട്രൈ ചെയ്യുക. നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം. 2 ക്യാരറ്റ്, ഒരു ചവ്ചവ്, 2 ഉരുളക്കിഴങ്ങ്, ഒരു 3.5 തക്കാളി, കോളിഫ്ലവർ, ഒരു 2 സവാള, കറിവേപ്പില, മല്ലിച്ചപ്പ്, ഒരു 6 പച്ചമുളക്. ഇനി ബിരിയാണിയുടെ അരിയെടുത്ത് നമ്മൾ കഴുകി വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. അപ്പോൾ ഞാൻ സോന മസൂരിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ജീരകശാലയോ എടുത്ത് 1 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതുപോലെ ഗ്രീൻ പീസും കുറച്ചെടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഈ കോളിഫ്ലവർ ഇതിൽ പുഴുക്കളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ നമ്മളൊക്കെ അത് കഴുകി വെടുപ്പാക്കി കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് ചൂടുവെള്ളം ഒഴിച്ച് അത് മാറ്റി വെക്കണം. ചവച്ചവ് ഞാൻ ഇത് മുഴുവൻ എടുത്തിട്ടില്ല കേട്ടോ, കുറച്ച് ഒരു 3/4 ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് സ്ക്വയറായി ഇതുപോലെ കട്ട് ചെയ്യണം. ക്യാരറ്റ് റൗണ്ടിൽ ഒരുപാട് നൈസ് ആക്കരുത് കേട്ടോ, കുറച്ച് കട്ടിയോട് കൂടിയിട്ട് നമ്മൾ അരിഞ്ഞ് മാറ്റി വെക്കണം. ഇനി ഉരുളക്കിഴങ്ങ് അതും ഇതുപോലെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുക്കണം. സവാള നൈസാക്കി അരിയണം. നമ്മൾ ഒരിക്കലും ഇത് ഫാസ്റ്റായി അരിഞ്ഞതായത് പച്ചക്കറികൾ നമ്മൾ സ്നേഹിക്കണം. വളരെ സ്മൂത്തായി നൈസായി വളരെ ഇഷ്ടത്തോടു കൂടി നമ്മൾ അരിഞ്ഞെടുക്കണം. ഇനി എൻ്റെ ഫേവറേറ്റാണ് തക്കാളി. തക്കാളി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പച്ചമുളക് നീളന ഇങ്ങനെ പിളർത്തി അതും എടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ കഴുകി മഞ്ഞൾപ്പൊടി വെച്ച് വെച്ചിരുന്ന കോളിഫ്ലവർ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സവാള പൊരിച്ചെടുക്കാം. അപ്പം അതിന് വേണ്ടി ആദ്യം തന്നെ ഇതുപോലെ നന്നായിട്ട് വിടർത്തണം കേട്ടോ. ഇല്ലെങ്കിൽ ചില സവാള വേവും, ചിലത് വേവില്ല, അങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ടാവും. ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി ചൂട് ഓയിലിലായിട്ട് ഇതുപോലെ വിടർത്തിയിടണം. ഇത് ഒരുമിച്ച് സവാള ഇടരുത് കേട്ടോ, ആദ്യം കുറച്ച് പാർട്സ് ഇടാം, എന്നിട്ട് ചൂടൊക്കെ ഇറങ്ങിയ ശേഷം തെക്കിയിട്ട് ബാക്കി ഇടാം. അപ്പോൾ ഈ ഗോൾഡൻ കളറാകുമ്പോൾ നമുക്കതിനെടുത്തിട്ട് മാറ്റി വെക്കണം. ഈ ഓയിൽ നമുക്ക് ആവശ്യം വരും കേട്ടോ, ഈ സവാള പൊരിച്ച ഓയിൽ. അപ്പോൾ അടുത്തതായി കോളിഫ്ലവർ, ക്യാരറ്റ്, ചവ്ചവ്, ഉരുളക്കിഴങ്ങ് ഇതെല്ലാം ആഡ് ചെയ്ത് സവാള പൊരിച്ച വെളിച്ചെണ്ണ ഉണ്ടല്ലോ, അത് നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് ടേസ്റ്റും ഗുണങ്ങളുള്ള ഓയിലാണ് കേട്ടോ അത്, സവാള വറുത്തെടുത്തത്. ഇതിലോട്ട് നമ്മൾ 3 ടീസ്പൂൺ തൈര് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. റെഡ് ചില്ലി പൗഡർ 2 ടീസ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. മല്ലിപ്പൊടി ഒരു 1.5 ടീസ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് ഗരം മസാല കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഗാർലിക് ജിഞ്ചർ പേസ്റ്റ്, ഗാർലിക് ഒരു 8 പീസ് എടുത്തിരുന്നു, ജിഞ്ചർ കുറച്ച് അത് അരച്ചെടുത്ത് അതിൻ്റെ പേസ്റ്റും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വറുത്തെടുത്തിരിക്കുന്ന സവാള, പച്ചമുളക്, മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യണം. കുറച്ച് നേരം നമ്മളത് മാറ്റി വെക്കണം കേട്ടോ. ഈ മാറ്റി വെച്ച സമയത്ത് ഞാനൊരു റൈത്ത ഉണ്ടാക്കിയിരുന്നു ബിരിയാണിക്ക് വേണ്ടി. ഞാൻ അതിൻ്റെ റെസിപ്പി അടുത്ത വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട്. 1/2 മണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്ക് ഓയിൽ, നിങ്ങൾ ഗീ ഉപയോഗിച്ചാൽ മതി കേട്ടോ. എൻ്റെ അടുത്ത് പെട്ടെന്ന് ആയതുകൊണ്ട് ഗീ ഉണ്ടായില്ല, ഞാൻ ഓയിൽ യൂസ് ചെയ്തിരുന്നത്. കറിവേപ്പില, അതുപോലെ തന്നെ കുറച്ച് ബേ ലീഫ്, കുരുമുളക്, ഏലക്ക അതൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിരുന്നു. അതിനോട്ട് നമ്മുടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചക്കറി ഇതുപോലെ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ മറ്റൊരു പാനിൽ റൈസിനുള്ള വെള്ളം നമ്മൾ ചൂടാക്കണം. ഇനി ഇതിനെ നമ്മൾ ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ.
അപ്പോൾ അടുത്തായിട്ട് തക്കാളി ആഡ് ചെയ്യാം. പിന്നെ ഇതിൽ പനീർ ഇഷ്ടമുള്ളവർക്ക് പനീർ കൂടി ചേർക്കാവുന്നതാണ് കേട്ടോ. നല്ലൊരു സ്മെല്ലായിരിക്കും ഇപ്പോൾ വരാം കേട്ടോ. അപ്പോൾ സ്റ്റീലിൻ്റെ പാത്രം ആയതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് ഇളക്കി കൊടുക്കുന്നതാണ്. ഇപ്പോൾ 1 ഗ്ലാസ് റൈസാണ് നമ്മൾ എടുത്തിരുന്നത് ഞാൻ പറഞ്ഞു. ഇത് മേലെ ഇട്ട് കൊടുക്കാം. ഇത് ഇളക്കരുത് കേട്ടോ. ഇതിട്ടിട്ട് ജസ്റ്റ് മേലെ ഇട്ട് എല്ലായിടത്തേക്കും പരത്തി വെക്കുക. അപ്പോൾ 1 ഗ്ലാസ് അരിക്ക് ഞാൻ 1.5 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ചൂടാക്കാൻ വെച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ഇതിലോട്ട് ചൂടായിരിക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. 1.5 ഗ്ലാസ് വെള്ളം നമ്മൾ ഇതിലോട്ടൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ചൂടുവെള്ളം കേട്ടോ. ഇനി ഇത് മാരിനേറ്റ് ചെയ്ത ആ പാത്രത്തിൽ ലേശം വെള്ളം ഒഴിച്ചിട്ട് അതാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ ഇനി ഗ്രീൻ പീസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു ചെറുനാരങ്ങയുടെ പകുതി എടുത്ത്, ഇപ്പം നിങ്ങളെടുത്ത് റോസ് വാട്ടർ ഉണ്ടെങ്കിൽ നിങ്ങൾ റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുത്താലും മതി. ഇനി നമ്മൾ അത് തിളക്കിയിട്ട് നന്നായിട്ട്. സ്റ്റീലിൻ്റെ പാത്രം ആയതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ, അടിയിൽ പിടിക്കാതിരിക്കാനായിട്ട്. ഇനി ഉപ്പ് നിങ്ങൾ ചെക്ക് ചെയ്യുക. എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിനെ മൂടി കുറച്ച് നേരം വയ്ക്കുക. വെന്ത് റെഡി ആയിട്ടുണ്ട്. കുറച്ച് മല്ലിച്ചപ്പ് കൂടി ഞാൻ അതിനകത്ത് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ സവാള വറുത്തത് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു, അതും കൂടി അതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ഫോയിൽ പേപ്പർ കൊണ്ട് കറക്റ്റ് നന്നായി മൂടി വെച്ച് എന്തെങ്കിലും ഒരു വെയിറ്റ് അതിന് മുകളിൽ വെച്ച് ഒരു മണിക്കൂർ വെച്ചാൽ അത്ര നല്ലതായിരിക്കും. ഞാനൊരു അരമണിക്കൂർ വെച്ചിട്ടുള്ളൂ കേട്ടോ. അരമണിക്കൂർ കഴിഞ്ഞെടുത്തു. നല്ല നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. നല്ല സ്മെല്ലും നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യണം കേട്ടോ. അത് വെജ് ബിരിയാണി ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലുള്ളൊരു ഇത്രയും ടേസ്റ്റുള്ള വെജ് ബിരിയാണി കഴിക്കുന്നത്. അപ്പോൾ ഇതിന് പറ്റിയൊരു റൈത്തയും കൂടി നമ്മളിതിനകത്ത് ആഡ് ചെയ്ത് കഴിച്ചിരുന്നു. ഇത് ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഷോർട്സിൽ കയറി നോക്കിയാൽ കാണാം. പിന്നെ ഇത് ഒരു ഐറ്റം പൊരിച്ച് വെച്ചിട്ടുണ്ട് ഇതിനകത്ത്. കോളിഫ്ലവറാണ്. അത് നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു. അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഷോർട്സിൽ കോളിഫ്ലവർ ഫ്രൈ ചെയ്യുന്നത് ഇട്ടിട്ടുണ്ട്. ഇതൊന്നും നിർബന്ധമില്ല കേട്ടോ. സാധാ ഒരു കച്ചമ്പറും മതി. ചൗച്ചവുണ്ട്, ഉരുളക്കിഴങ്ങുണ്ട്, ക്യാരറ്റ് ഉണ്ട്, അതുപോലെ തന്നെ കോളിഫ്ലവർ ഉണ്ട്. അപ്പോൾ അതിലായിട്ടോ നമ്മൾ കുറച്ചും കൂടി റൈത്തയും കൂടി ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടിട്ടുള്ള റൈത്താണ് കേട്ടോ. അതും കൂടി നമ്മൾ ആഡ് ചെയ്ത് നന്നായിട്ട് എന്ന് വെച്ചാൽ കുഴച്ചെടുക്കണം കേട്ടോ. ഇതിങ്ങനെ ചെയ്ത് കഴിച്ചപ്പോൾ നമുക്കുണ്ടല്ലോ ഒരു പ്രത്യേക ഫീലിംഗ് ആണ് നമുക്ക്. തക്കാളിയും എല്ലാം കൂടി കൂട്ടി കുഴച്ച് ഇങ്ങനെ എടുത്തിട്ട് വീഡിയോ എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള അടിപൊളി റെസിപ്പി ആയിട്ട് ഞങ്ങൾ പിന്നെ വരാം. താങ്ക് യു വെരി മച്ച്.